ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കയ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇതേ രീതിയിലാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ കുറച്ച് അധികം തന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നാരങ്ങ എടുക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത നാരങ്ങ പുഴുങ്ങിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അത് ചൂടാവുമ്പോൾ അതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാട് ടൈമൊന്നും ഇത് പുഴുങ്ങിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാക്സിമം ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പുഴുങ്ങിക്കിട്ടും. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് പുഴുങ്ങിയെടുക്കാം. വെള്ളം കുറച്ച് തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അച്ചാറിടാൻ വേണ്ടിയുള്ള നാരങ്ങ വാങ്ങുമ്പോൾ കുറച്ച് വലിയ പഴുത്ത നാരങ്ങ തന്നെ നോക്കി വാങ്ങിയാൽ അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെള്ളം ചൂടായി തിള വരുമ്പോഴത്തേക്കും തന്നെ നാരങ്ങ ഏകദേശം വെന്തിട്ടുണ്ടാവും. വെള്ളം നല്ലപോലെ തണുത്ത ശേഷം നമുക്ക് ഈ നാരങ്ങ ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇതിൻ്റെ ഈ വെള്ളം നമുക്ക് ഇനി ആവശ്യമില്ലാതെ നമുക്ക് മറിച്ച് കളയാം. ഇനി ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ഇത് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. നാരങ്ങ ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം. 2 പീസോ 4 പീസോ 8 പീസോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ മുഴുവൻ നാരങ്ങയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി അതൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ പുഴുങ്ങിയെടുത്ത നാരങ്ങ പീസ് എടുത്ത് ഒരു ഭരണിയിലിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ആദ്യം ഇതിലേക്ക് കുറച്ച് നാരങ്ങ ഇട്ടെടുത്ത് അതിന് മേലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നാരങ്ങ മുഴുവനും ഉപ്പും ഇതിലേക്കിട്ട് 5-6 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല പഴുത്ത നാരങ്ങയാണ് എടുക്കുന്നതെങ്കിൽ 5-6 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ നീര് ഇതേപോലെ ഇറങ്ങി വരുന്നത് കാണാം. ഇനി ഇതിലേക്ക് അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഉപ്പിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഏകദേശം അച്ചാറിന് വേണ്ട ഉപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നേരത്തെ എടുത്ത് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം ചെറുതായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഭരണിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂടി വെച്ച് വേണം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഇതേപോലെയുള്ള ഭരണിയിൽ തന്നെ ഇട്ട് വെക്കണമെന്നൊന്നുമില്ല. വേറെ നല്ല ഏതെങ്കിലും പാത്രത്തിലിട്ട് മൂടി വെച്ചാലും മതി. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ആദ്യം കുറച്ച് ഇതേപോലത്തെ മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ഇതേപോലെ വറുത്തെടുത്ത ശേഷം നമുക്കിത് ചെറുതായി കട്ട് ചെയ്തെടുത്ത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ചൂടുവെള്ളം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഈ മുളക് പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഈ മുളക് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണ ചെറുതായി ചൂടാവുന്ന സമയം നമുക്കിതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് പൊടിച്ചെടുത്ത കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മുളക് കൂട്ടും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. 2 മിനിറ്റ് ഇതേപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ഈ മുളക് കൂട്ടിലേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങ പീസ് ഇട്ട് കൊടുക്കാം. ഇനി ഈ നാരങ്ങയും മുളകും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നാരങ്ങയും മുളകും എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അച്ചാറിലേക്ക് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കുറച്ച് കായം എടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് യോജിപ്പിച്ച ശേഷമാണ് ഞാൻ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അച്ചാറിന് തീരെ കയ്പുണ്ടാവില്ല, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇനി ഈ വിനാഗിരി മിക്സ് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ തേനൂറും അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ഇതേപോലെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിത് തണുത്ത ശേഷം ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ അച്ചാർ ഭരണിയിലിട്ട ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കാൻ എടുത്തത്. അപ്പോഴേക്കും നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു നല്ല വീഡിയോവുമായി നാളെ വരാം. ബായ്.